ഹായ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു സൺഡേ വ്ളോഗ് ചെയ്താലോ എന്ന്. ഒരു സൺഡേ ദിവസം എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കാറ് എന്നുള്ളത് ഒരു വ്ളോഗാണ്. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇഷാനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററും മിസ്സിനെയും കൂടി ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം സൺഡേ എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടറിയാം ഗൈസ്. അപ്പോൾ ഞാൻ റെഡിയാണ്. ഓക്കേ, അപ്പോൾ എഴുന്നേറ്റ് ഇനി ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാം. അപ്പോൾ അതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇനി ഇതിൽ വരാണ്ട്. അപ്പോൾ കണ്ടറിയാം. ഓക്കെ ഗൈസ്, സോ ഇപ്പോൾ വരാം. ഓക്കെ യെസ് ഗൈസ്, അപ്പോൾ ഞാൻ എഴുന്നേറ്റു, ഫ്രഷായി. ഇനി ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു 9:30 എഴുന്നേറ്റു. അതേ ഉമ്മയോടെ പോവാണ്. ഉമ്മ എവിടെയോ പോവാണ് ഗൈസ്. ഉമ്മയോടെ പോണേ? ഉമ്മയോട് ആരാണോ? വീഡിയോ ആണ്, ഡേ ഇൻ മൈ ലൈഫ്. ഉമ്മയോടെ പോണു. ഉമ്മ ഒന്ന് ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവാണ്. ആക്ച്വലി ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉമ്മീനെ അടുക്കളയിൽ കയറി സഹായിക്കാന്നൊക്കെ വിചാരിച്ച്, പക്ഷേ ഞാൻ ഒന്നും നടന്നില്ല. ഞാൻ എഴുന്നേൽപ്പറ്റ ഗ്യാസ് ഓഫ് ചെയ്തില്ലേ കണ്ട. അപ്പം ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ. അപ്പോൾ ഗൈസ്, അടുക്കളയിൽ ഉമ്മ എല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാണ് ഗൈസ്. ലൈറ്റ് ഇടൂ. ഇറച്ചിച്ചോറ് റെഡിയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇറച്ചിച്ചോറ് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇറച്ചിച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇറച്ചിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഇഷാൻ ജാഫർ സേട്ട് ഇന്നലെ എത്തിയതാണ്. ഇല്ല ഇഷാനു? ഇന്നലെ വന്നതാണ്. ഇഷാൻ നമ്മൾ വിചാരിക്കും മാസിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇഷാൻ വന്നതെന്ന്. ഇഷാന, നീ എന്തിനാ ഇന്ന് വന്നത് ഇവിടെ? ബെക്കുവിനെ കളിപ്പിക്കാൻ. ഈ പറയുന്ന ബെക്കു ആരാണെന്ന് അറിയാമോ ഗൈസ്? അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. നമുക്ക് ബെക്കുവിനെ കാണാൻ പോയല്ലോ. അതോ കഴിച്ചിട്ട് കാണാൻ പോലെ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിനി നിങ്ങൾക്ക് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ബെക്കുവിനെ പരിചയപ്പെടുത്തി തരാം. അതുപോലെ തന്നെ ഹോം ടൂർ ഇപ്പോൾ കാണിക്കാൻ പറ്റൂല, കാരണം ഒന്നും ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. ഞാനല്ല, ഉമ്മയാണ് ചെയ്യാറ്. എന്നാലും ഒന്നും സെറ്റായിട്ടില്ല. അതുകൊണ്ട് നമ്മളിനി രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഗൈസ്. ഉമ്മിയും ഇസ ബേബിയൊക്കെ അപ്പോൾ വരും, ഉച്ചയ്ക്ക് വരും അല്ലേ? അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഒരു പതിവും ഇല്ലാതെ ഇന്ന് രാവിലെ എന്ത് പറ്റില്ല രാവിലെ എഴുന്നേക്കാൻ? ഓട്ടം ഉണ്ടായിരുന്നു. റസീന് രാവിലെ പണി ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിച്ചാ? നീ എന്താ കഴിച്ചത്? പുറത്തുനിന്ന് വെച്ചിട്ടുണ്ടാവൂലേ ഗൈസ്. ഇതാണ് അവൻ്റെ റൂം, ഇതാണ് എൻ്റെ റൂം. അയ്യോ, എൻ്റെ റൂം ഞാൻ വൃത്തിയാക്കിയില്ല. അപ്പം ഇഷാൻ, നമ്മൾ ഫുഡ് കഴിക്കല്ലേ? ബാബോ. ഓക്കെ, പുട്ടും ഇറച്ചിക്കറിയും എങ്ങനെയുണ്ട്? ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബെക്കുവിൻ്റെ അടുത്ത് പോവുകയാണ്. ഇഷാൻ, ബെക്കുവിനെ കാണാൻ പോവാണ്. വാ. ബെക്കുവിടെ? ബെക്കുവിനെ വിളിച്ചേ. ബെക്കു എഴുന്നേറ്റില്ല തോന്നണം. അവിടെ കൂട്ടില്ല തോന്നണോ? എഴുന്നേറ്റിട്ടില്ല ഇഷാൻ? ബെക്കുനെ കാണണില്ല, കൂട്ടില്ല തോന്നണോ? ബെക്കു ഇവിടെ ഇല്ലല്ലോ. അവർ ഉറങ്ങാണ്. അവരൊക്കെ ഉറങ്ങാം. ബെക്കു കൂട്ടില്ല. ബെക്കു ഇവിടെ ഇല്ല ഗൈസ്. എന്ത് ചെയ്യുമല്ലേ? നേരത്തെ എഴുന്നേറ്റ് വന്നതാണ്. അയ്യോടാ, ഇഷാൻ നേരത്തെ എഴുന്നേറ്റ് വന്നതാ ബെക്കുനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനി എന്ത് ചെയ്യും ഇഷാൻ? ഇനി എന്ത് ചെയ്യും? പറ. വിഷമായി ഇഷാന്? വിഷമായ നിനക്ക്? അയ്യോടാ പാവം. സംഭവം കൊച്ചിൻ്റെ വിഷമായി ബെക്കുനെ കാണാണ്ടായപ്പോ. ഇവരെന്താ ചെയ്യണം? മതിലാടാൻ പോണോ? എടാ, നീ എന്താ ചെയ്യാൻ പോണേ? നീ ബെക്കുനെ കാണാത്തന്നെ സങ്കടല്ലേ നിനക്ക്? മനസ്സിലായി മാസിക്ക് ബെക്കുനെ കാണാൻ. അബ്ബന്ന് ഇവിടെ ഇല്ല. അബ്ബ ഇപ്പോഴൊന്നും എത്തൂല. ഇന്ന് സൺഡേ ആണ് കേട്ടാ. ഇന്ന് സൺഡേ ആണ്. അബ്ബ ചില ദിവസം ചിലപ്പോൾ വരും. സാരില്ല കേട്ടാ. ഉച്ചയാകുമ്പോൾ നോക്കാട്ടെ. നമുക്ക് ഉച്ചയ്ക്ക് നോക്കാട്ടാ. നമുക്കെന്നൊരു കാര്യം ചെയ്താലോ? നമ്മളെന്ത് ചെയ്യുന്നേ? നമുക്ക് അലക്കിയാലോ? മാസിൻ്റെ കുറേ ഉടുപ്പ് അലക്കാണ്ട്. ഓ, നിനക്ക് അലക്കറിയില്ല? എന്നാ എങ്ങനെ അലക്കണ്ടേന്ന് മാസി പഠിപ്പിച്ചുതരാം. ഓക്കെ ആണോ ഇഷാൻ ജാഫർ സെറ്റ്? ഓക്കെ ഗൈസ്, ബൈ ദ ബൈ, ദിസ് ഇസ് മൈ ന്യൂ ഹോം. ന്യൂ ഹോം മീൻസ് ഞങ്ങൾ മേടിച്ചൊരു വീടൊന്നുമല്ല കേട്ടോ.
ലീസിന് മേടിച്ചതാണ്, ലീസിനെടുത്ത റൂമാണ്. ഓക്കെ, ദേ ഇരിക്കണം എൻ്റെ ബുള്ളറ്റ്. അലക്കാം കിടക്കള്ള അലക്കാൻ. അപ്പം ഞങ്ങൾ അലക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. എന്താണ് വാ ചോദിക്കട്ടെ, അലക്കല്ലേ ഒരുമിച്ച് മാസി മോനും അല്ലേ? ഉറപ്പല്ലേ? വീഡിയോ എടുക്കണ്ടേ നമുക്ക് എന്നിട്ട്? ഓക്കെ, നമുക്കന്ന് അലക്കാൻ പോവാം. കമാ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എൻ്റെ റൂമ് അപ്പം നമ്മൾ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് വന്നല്ലോ ഇല്ലേ ഷാനെ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റൂം എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പം ആരും റെഡി? ഇത് നിൻ്റെ സാധനമാണ്. ഇതെവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പാട്ട് വെച്ചോ. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എൻ്റെ ഡ്രസ്സാണ് ഗൈസ്, അലക്കാനുള്ളതാണ്. എടാ നീ ഇവിടെ ഇന്നലെ കിടന്നപ്പോഴാണല്ലോ ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ കോളായത്. മാസി ഒറ്റ കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ ഇവിടെ. എന്നാ വാ ബെഡ്ഷീറ്റ് ശരിയാക്കാം. പുലരിക്കുന്നു നീ മൈക്ക് ഒട്ടിക്കോ, മാസി വെച്ചേരാം. ഓക്കെ, എന്നാ വാ നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാം. എന്താ ഷാനി? അപ്പോൾ ഗൈസ് നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുന്ന ചടങ്ങുകളിലേക്ക് പോവുകയാണ്. കാരണം ഇന്നലെ ഒരു ദിവസം ഈ ചെറുക്കൻ ഇവിടെ ഒന്ന് കിടന്നുള്ളൂ, അപ്പോഴൊക്കെ എല്ലാം കോളാക്കിയിട്ടിട്ടുണ്ട്. ആക്ച്വലി ഇവ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ റൂമിൽ ഇപ്പോൾ രാവിലെ വെട്ടമടിച്ചപ്പോൾ ഒരാൾ അപ്പുറത്ത് പോയി കിടന്നുണ്ട്. എൻ്റെ കസിൻ സിസ്റ്റർ മിസ്നാബായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവള് മിസ്ന, നിനക്ക് മിസ്ന മാസി. അപ്പോൾ അവള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട്, ആക്ച്വലി ഞങ്ങളിവിടെ ബെഡ് ഇട്ടില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ കട്ടിൽ അങ്ങനെയല്ല മാസി ചെയ്തോളാം. ഈ കട്ടിൽ ആക്ച്വലി ഇവിടെ ഈ വീട്ടുകാരുടെ തന്നെയാണ്. അപ്പോൾ അവരത് കൊണ്ടുപോയില്ല. അപ്പോൾ എന്താ പറയാൻ വന്നേ, അപ്പോൾ ബെഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മി ഇങ്ങനെ ഈ ബ്ലാങ്കറ്റ് വെച്ചിട്ടാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കിടത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ പവനെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇത് കംഫർട്ടബിൾ ആണ് ഇല്ലേ ഷാനു? ഇവിടെ കിടക്കാൻ കംഫർട്ടബിൾ അല്ലേ ഇതിൽ കിടക്കാൻ? അതിനി ഇങ്ങോട്ട് മാറി വിരിക്കണ്ടേ നമുക്ക്? ഇങ്ങോട്ട് നീങ്ങി വാ. അപ്പോൾ ബൈ ദ ബൈ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്നാബായി നല്ല ഉറക്കത്തിലാണ് അല്ലേ? ഇന്നലെ ഇവിടെയാണ് കിടന്നത്. എന്നിട്ട് രാവിലെ വെട്ടമടിച്ചപ്പോൾ എങ്ങോട്ട് പോയി? അപ്പുറത്ത് റസീമിന്റെ റൂമിലേക്ക് പോയി, മാമുന്റെ റൂമിൽ പോയി അല്ലേ? ഈ അറ്റത്ത് പിടിക്കോ? പിടിച്ചോ പതുക്കെ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ട് എല്ലാം ചെയ്യണം ഇല്ലേ? നല്ല മാസം എന്താ പറഞ്ഞത്, ഫുഡ് കഴിച്ചിട്ട് പാത്രം അടുക്കളയിൽ കൊണ്ട് വെക്കണം. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിന്നെ കൊണ്ട് പാത്രം കഴിക്കും കേട്ടോ. വലുതായി കഴിഞ്ഞ പാത്രമൊക്കെ അവരവര് കഴിച്ച പാത്രം അവരവര് കഴുകണം. അതറിഞ്ഞൂടെ നിനക്ക്? അറിയോ? നീ എന്താ കാണിക്കണ? അടിയാണോ? മാറിക്കട ചെറുക്ക. നമുക്ക് ഒരുപാട് പണികളുണ്ട് ഇഷാൻ ജാഫർ സെറ്റ് ചെയ്യാൻ. നമ്മൾ ഈ പില്ല് ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കും. ഇതൊക്കെ ആക്ച്വലി നേരത്തെ ഡ്രസ്സാണ്. അത് ഇവിടെ ഒതുക്കിക്കോ, ഡ്രസ്സിംഗ് ടേബിൾ ഒതുക്ക്. എങ്ങനെ ഒതുക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പൊട്ടാ. ആന്തൂട്ടാ പൊടിക്കാച്ച സാധനം. ഓക്കെ, ഇനി ഇത് മാറ്റണം. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളുടെ ബോക്സ് ആണ്. സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പൊ ഇതെനിക്ക് എടുത്ത് ഷെൽഫിന്റെ മാളി കൊണ്ട് വെക്കണം ഗൈസ്. അപ്പൊ ഞാൻ അതിലേക്കുള്ളൊരു പുറപ്പാടാണ്. അതെടുത്തതാ മാസി കൊണ്ട് വെക്കട്ടെ. ഒന്നുമില്ലേ അതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല. അത് നീ പിടിച്ചോ. കൊണ്ടേക്കോ, അങ്ങോട്ട് കൊണ്ടേക്കോ. ടേബിളിന് അങ്ങോട്ട് വെച്ചോ. പിടിക്കോ എല്ലാം കൂടി, പിടിക്കോ. ചെല്ലി പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്നല്ലേ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ? അതെ, നീ എല്ലാം പഠിക്കണോടാ. സ്റ്റാൻഡേർഡല്ലേ? വലുതാകുമ്പോ മാസിനെ നോക്കാനുള്ളല്ലേ? ഇഷാന് വലുതാകുമ്പോ മാസിനെ നോക്കൂലേ? ഓക്കെ ബാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഞാൻ ഒരു ദിവസം ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് അലക്കാൻ വയ്യ. ഇത് ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ഇടുന്നതാണ്. അത് നമ്മൾ ഡോറിൻ്റെ ബാക്കിൽ തൂക്കും. നീ എന്താ കാണിക്കണം? കൊട്ടെടുത്ത് മാസിനെ അലക്കാനുള്ള കൊട്ട അടിച്ചു വരാലോ ഇഷാൻ. അതെങ്ങനെ ഉണ്ടാവും? ചൂലെടുത്തിട്ട് വാ, അടിച്ചു വരാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് എനിക്ക് അലക്കാനുള്ളതാണ്. ഇതിൽ വാഷിംഗ് മെഷീനിലിട്ട് അലക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലാണ്ട് ഞാൻ കൈ കൊണ്ട് അലക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഇനി തരം തിരിക്കണം. പണിയാണല്ലോ ഗൈസ്, മടിയാവണമെന്ന് എന്ത് ചെയ്യാനാ?
ഇത് തൽക്കാലം അടിക്കാം. ഇതാ വന്നിരിക്കുന്ന അപ്പം ഇനി ഇഷാൻ ഇവിടെ അടിച്ചു വരുന്നതായിരിക്കും. മാസ്റ്റർ അപ്പോഴേക്ക് അലക്കാനുള്ളത് ഇട്ടിട്ട് വരാം. ഓക്കെ ഇഷാൻ. ഓക്കെ ഗൈസ്, ഇഷാൻ അടിച്ചു വരട്ടെ, ഞാൻ വരാം. ഇത് ലോക്കറാണോ? ഇത് ഈ ബ്ലാക്ക് പെട്ടി. ഇപ്പം ഞങ്ങളൊന്ന് അടിച്ചു വാരി, അതുപോലെ തന്നെ കുറച്ച് അലക്കാനുണ്ട്, അലക്കി. പിന്നെന്താ, ഇതൊക്കെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരാം. ഓക്കെ അല്ലേ ഗൈസ്? നിങ്ങളിപ്പോൾ കാണുന്ന ഇയാളുണ്ടല്ലോ, മിസ്ന തിരിഞ്ഞെ, ഇതാണ് മിസ്ന ബായ്. എൻ്റെ ഏറ്റവും ഇളയതല്ല, ഇളയതിൻ്റെ തൊട്ട് മുന്നത്തെ കസിൻ സിസ്റ്ററാണ്. നമുക്ക് വേറൊരു ചെറിയൊരു കസിൻ സിസ്റ്ററും കൂടി ഉണ്ട്. ഇവൾക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഇവളാണ് കുടുംബത്തിലെ ഏറ്റവും ചെറുതെന്ന്. അല്ലേ മിസ്ന? ചെറുതായിട്ട് അഹങ്കാരം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഐറൂസ് വന്നതോടെ അതൊക്കെ മാറി. ഒന്ന് തിരിഞ്ഞേ, നിനക്കത് എത്ര ചാടാ? ബൈ ദ ബൈ, ദിസ് ഈസ് മിസ്ന ബൈ ആൻഡ് ഷീ ഈസ് ഇൻ +2 റൈറ്റ് നൗ. അല്ലേടി? കഴിയാറായി, എക്സാം ഒക്കെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇഷാനെ ഇവിടെ കാണാനില്ല. അപ്പോൾ ഇഷാനെ ഇവിടെ പോയി ഞാൻ ഇങ്ങനെ നോക്കി നടക്കുമ്പോഴാണ്, ഇഷാന എവിടെയാണ്? ബെക്കുവിൻ്റെ കൂടെ. ദിസ് ഈസ് അവർ ബെക്കു ഗൈസ്. എപ്പോ വരാം? നീ എവിടെ പോണ്? ഓക്കെ. ആ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ഗ്ലൂക്കോസ് പൊടി. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി. അല്ലേടാ ഗ്ലൂക്കോസ് പൊടി? എടാ ഗ്ലൂക്കോസ് പൊടി. എടാ നിനക്ക് എന്ത് ഇത്ര വിഷമം? അവനെന്നെ നക്കി ഗൈസ്, അവനെന്നെ നക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ബെക്കു. എടാ ഇന്ന് ഭയങ്കര ഹൈപ്പറാണല്ലോ. ഇവൻ 2 ദിവസമായിട്ട് ഭയങ്കര ഹൈപ്പറാണല്ലോ. നീ 2 ദിവസമായിട്ട് ഭയങ്കര ഹൈപ്പറാണല്ലോ. എന്നാ നക്ക്, എന്നാ ദേ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ. പൊട്ടൊക്കെ തൊടിയിട്ടുണ്ടല്ലോ. പൊട്ടൊക്കെ തൊടിച്ച് സുന്ദരിയായിട്ടുണ്ട്. ഷാനെ ബെക്കു സുന്ദരിയായിട്ടുണ്ട് പൊട്ടൊക്കെ തൊട്ടിട്ട്. അയ്യോടാ വീണുപോയി. ഈ ബെക്കുനെ കളിപ്പിക്കലാണ് ഇപ്പൊ ഞങ്ങളുടെ പണി. ഇല്ലേ ഷാൻ? ഈ ചെറുക്കൻ ബെക്കു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരുന്നത്, ബെക്കുനെ കാണാൻ വേണ്ടി മാത്രം. നീ എടുക്ക്. എടാ നിനക്ക് എന്താടാ? ഇവൻ എന്താ അടങ്ങാത്ത? നീ എന്താടാ അടങ്ങാത്ത? ബെക്കു ഒരു ഹായ് പറഞ്ഞേ. ഹായ്. എടാ ഇവിടെ നോക്ക്, ക്യാമറ നോക്കണ. ബെക്കു ഒരു ഹായ് പറഞ്ഞു. എന്നെ മാന്തറിന് മിസ്നമാസി തൊടോ? മിസ്നമാസി ഇതാ എടുത്തിരിക്കുകയാണ്. കുട്ടികളെ എടുക്കണ പോലെ എടുക്കാടാ. കൊല്ലട്ടെടാ. അപ്പുറത്ത് വേറൊരാളും കൂടി ഉണ്ട്. ഇവൻ ഭയങ്കര സീനാണ്. ഇവനല്ല, ഇവളാണത്. ഇവള് അവനെ ടൂൺ ചെയ്തോണ്ടിരിക്കണ. ബെക്കുവിനെ ടൂൺ ചെയ്ത് ബെക്കുവിനെ വഷളാക്ക. നക്കി ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അവക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും അപ്പുറത്തെ അത് ബെക്കുവിനെ കളിപ്പിക്കണത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത്, ഈവനുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ലതാ, ബോറടിക്കാണ്ട് പോകും. ഇല്ല ഷാനു? ഇനി ഇഷാന്റെയും ബെക്കുവിന്റെയും കളിക്കാനുള്ള സമയമാണ് ഗൈസ്. ഞാൻ വിട്ടുകൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് പരിചയപ്പെടുത്തിട്ടാണ്. നിനക്ക് ഫാൻസ് ഉണ്ടാവൂടാ. ഇനി നിനക്ക് കുറെ ഫാൻസിന് കിട്ടും. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഷെയ്ക്കാൻ്റെ അടുത്ത് ബെക്കു. ഷെയ്ക്കാൻ. ഞങ്ങളുടെ കൊച്ചു പറഞ്ഞാലൊക്കെ അനുസരിക്കട്ടാ. ബെക്കു സിറ്റ്. ബെക്കു സിറ്റ്. ബെക്കു പറഞ്ഞ അനുസരിക്ക്. സിറ്റ്.
ബൈ ദ ബൈ എൻ്റെ സ്പേസ് തീർന്നു പോയത് കൊണ്ടാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇഷാൻ്റെയും ബെക്കുൻ്റെയും കളിക്കുന്ന സമയമാണ്. ആക്ച്വലി നമ്മൾ സൺഡേസ് മാത്രമാണ് ഇങ്ങനൊരു പ്രഹസനം ഇവിടെ കാണാൻ കഴിയുന്നത്. വാക്കിങ്ങിനും ഉണ്ടാകാൻ ഈ സമയത്ത് പറ്റില്ല. ഇരിക്കാൻ പറ, സിറ്റ് പറ അവനോട്. അങ്ങനെ അല്ലാടെ പതുക്കെ പറയടാ, സ്നേഹത്തോടെ പറ. സ്നേഹത്തോടെ പറയാനല്ലേ അവൻ കേൾക്കുള്ളൂ. ബെക്കു സിറ്റ്, സിറ്റ് ഡൗൺ പറഞ്ഞ സിറ്റ് ഡൗൺ. ഈ ചെറുക്കൻ കാലിൻ്റെ ഇതാണ്. അപ്പോൾ ബെക്കു ഇഷാനും ഭയങ്കര കളിയാണ് ഗൈസ്. ഇതാണ് ബെക്കുൻ്റെ ചേച്ചി കേട്ടോ. ഏ ആ മിസ്നബായിനെ ഇഷ്ടപ്പെട്ടു. ഓക്കെ യു ഗൈസ് ക്യാരി ഓൺ. ഇഷാൻ നിങ്ങൾ ഇനി കളിച്ചോട്ടോ, മാസിക്കാലൊക്കാണ്ട്. ബായ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൺഡേ ആണ് നമ്മൾ പണിയെടുക്കുന്ന ദിവസം. അപ്പോൾ റസീമും പണിയെടുക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ പണിയെടുക്കുക അവനാണ്, അല്ല റസീമേ? അതെ അതെ അതെ. അപ്പോൾ അടിച്ചു വാരൽ ആൻഡ് തുടക്കലാണ് റസീമിൻ്റെ പണി. അങ്ങനെ പിന്നെ കുക്കിംഗ് ഓഫ്കോഴ്സ് ഉമ്മ തന്നെ ആയിരിക്കും കുക്കിംഗ് പണി. അപ്പം നിങ്ങൾ ചോദിക്കും എനിക്ക് എന്താണ് പണിയെന്ന്. റസീമ എനിക്ക് എന്താണ് പണി ഇവിടെ? എടാ ഒരു പണിയില്ലാന്നാ? ഞാൻ ഒതുക്കിയൊക്കെ ഇടാറില്ലേ മാസത്തിലല്ലേ? ഞാൻ വല്ലപ്പോഴൊക്കെ വീട്ടിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒതുക്കിയിടും ഗൈസ്. ഒതുക്കൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പണിയാണ്. അപ്പോൾ റസീമിൻ്റെ അടിച്ചു വാരൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷാൻ മോൻ ഒന്ന് മറത്തരോ. ഞാനപ്പോൾ എന്തായാലും അലക്കൽ കാര്യങ്ങളൊക്കെ എൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മുടെ ഇഷാൻ ജാഫർ സേട്ട് കുളിച്ചാ? എന്ത് ചെയ്യാണ് പൊന്ന്? ഓ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും കുളിക്കണം ഗൈസ്, എനിക്കും കുളിക്കാനൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമ്മളെന്താ പരിപാടി ഇഷാൻ? കുളിച്ചു കഴിഞ്ഞാൽ ഓർമ്മയില്ലേ നിനക്ക്? കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും. അതും നമ്മുടെ ഉമ്മി ഉണ്ടാക്കിയ അടിപൊളി ഇറച്ചിച്ചോറ് കഴിക്കും. ഇറച്ചിച്ചോറ് കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇശൽ മറിയൊക്കെ എത്തും. അപ്പോൾ സൺഡേ ആണ് ഇവരെല്ലാവരും വീട്ടിലേക്ക് വരുന്ന, നമ്മുടെ വീട്ടിലെല്ലാവരും കൂടുന്ന ഒരു ദിവസം സൺഡേ ആണ്. കാരണം സൺഡേ മാത്രമേ നമ്മൾ ഉണ്ടാവാറുള്ളൂ. ഉമ്മിയും ഫ്രീ ആവുന്നത് സൺഡേ ആണ്. അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് നമ്മുടെ മിസ്നബായി പണിയെടുക്കുന്നു. മിസ്നബായി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പോൾ മിസ്നേനെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കും. ഗൈസ് പറഞ്ഞ പോലെ ഇതാണ് റസീമിൻ്റെ റൂം. എടാ ഈ ടെഡിയോട് നടാ നിനക്ക്? ഇത് ഐഷാൻ്റെ ടെഡിയല്ലേ റസീമേ? അല്ല, ഓക്കെ. അപ്പോൾ ഇത് അവനക്ക് ആരോ കൊടുത്ത ടെഡിയാണ്. ഇതൊക്കെ എൻ്റെ സാധനമാണ്. അതെല്ലാം അവൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എൻ്റേത് അടിച്ചു മാറ്റിയിട്ട് എന്നോട് ചോദിക്കാൻ. അപ്പോൾ ഈ ടെഡിയൊക്കെ എൻ്റെ തന്നെയല്ലേ? ആ, അപ്പോൾ നമ്മളെന്താകും, ഇതൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേണ്ട, എന്തെങ്കിലുമൊക്കെ ഇരിക്കാമല്ലേ. ആക്ച്വലി കാറിൻ്റെയാണ്. ഇത് നോക്കിയ ഗൈസ്, നിങ്ങളിത് കാണണ്ടോ? ഞാനിത് തപ്പി നടക്കാത്ത സ്ഥലമില്ല. എടാ നിന്നോടാരാ ഈ കിച്ചൺ എടുക്കാൻ പറഞ്ഞേ? ചിരിക്കണാ? ഞാനേ ഇതിവിടെ ഇങ്ങനെ തപ്പി നടക്കാണ്. ഇത് കാണണില്ലല്ലോ. ഇതെന്താ സൂമാവത്തെ? കാണണില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അല്ല ഉത്തരം പറ. ഇതാരാ നിന്നോട് എടുക്കാൻ പറഞ്ഞ? എനിക്കിത് എൻ്റെ ഫാൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഹലോ, ഇത് ഞാനിപ്പോൾ ഊരും കേട്ടോ. അതും റോയൽ എൻഫീൽഡേ. സംഭവം ശരിയാണ്, റോയൽ എൻഫീൽഡിലേക്ക് ഇടാനാണ്. പക്ഷെ എനിക്കിത് വേണം. ഓക്കെ ബൈ. അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് നീ അടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ച് എൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ് ഗൈസ്. അയ്യോ, പക്ഷേ എൻ്റെ റൂം ടെഡിയോടെ വെച്ചേക്കാല്ലേ. ആക്ച്വലി എൻ്റെ കുറച്ച് കൊളായി കിടക്കാണല്ലേ എൻ്റെ റൂം. എന്നാൽ അവൻ്റെ റൂമിലേക്ക് തന്നെ വയ്ക്കാം, സാരില്ല. ഷോക്കിൻ്റെ വെച്ചാണേ. അപ്പോൾ എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കണു. ഇതാണ് അപ്പോൾ റസീമിൻ്റെ റൂം ഗൈസ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഗായ്സ്, നമ്മുടെ ഇശൽ മറിയം എത്തിയിരിക്കാൻ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഗായ്സ്, എൻ്റെ മോനെ അവളും പഠിച്ച്. ഇശൽ മറിയം രഹനാബായും എത്തി. അപ്പം എൻ്റെ അനിയൻ
സാലഡ് ഉണ്ടാക്കാണ്. എന്താണോ അപ്പൊ ദീദിയും അനിയനും കൂടി ഫുഡിനുള്ള സാലഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഫുള്ള് വൃത്തിയാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ എത്തിയത്. മനസ്സിലായോ? ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചാ? എന്താ ചെയ്യണത് ജാപ്പി? ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം. ദാ നോക്കൂ, ക്ഷീണിച്ചെൻ്റെ മോൻ കിടന്നുറങ്ങി. ഉറങ്ങിപ്പോയോടാ? അയ്യോടാ, ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ ഇനി എനിക്ക് കുളിക്കണം, ഡ്രസ്സ് മാറണം, എന്നിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് കാണാം. ഓക്കെ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ മൊത്തം പണി കഴിഞ്ഞ് നമ്മുടെ രഹ്നാബായി ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ക്യാമറമാൻ. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ ഇഷാൻ എഴുന്നേറ്റ് വാ, ഫുഡ് കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ ദേ ഇങ്ങോട്ട് വാ. നല്ല ചൂട് ഇറച്ചിച്ചോറ് ആക്ച്വലി രാവിലെ ഉണ്ടാക്കിയാണ്, എന്നിട്ട് നമ്മൾ ചൂടാക്കി. പിന്നെ നമ്മൾ സാലഡ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ചൊരു അങ്ങോട്ട് കഴിക്കണം. എൻ്റെ അനിയൻ പ്രിപ്പയർ ചെയ്ത സാലഡാണ്. ഇഷാൻ വന്നില്ലെങ്കിൽ ഇഷാനെ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ റസീം ഞങ്ങൾ കുളിക്കണ ഗ്യാപ്പിൽ കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ അവനെന്താ ചെയ്യണേ? അതെ, അപ്പൊ റസീം അവിടെ ഓണാണോ? പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ് ഗൈസ്. ഉമ്മി ഇതുവരെ എത്തിയിട്ടില്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായോ എന്തോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല പണിയൊക്കെ എടുത്ത് നല്ല വിശപ്പുണ്ട്. ഇനി വൈകുന്നേരത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. ഇനി ഭക്ഷണം കഴിയട്ടെ. നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കണം. വാ ദീദി ഇവൻ ചോറന്നിട്ടില്ല കേട്ടാ. ഞാൻ കൊണ്ടുപോകില്ല, ഞാൻ അവരോട് പറയും വെക്കുന ഇറക്കണ്ടാവും. മറിയം കഴിക്കണേണോ ഇതുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ റസീം ആസ്വദിച്ച് കുമ്മട്ടിങ്ങ കട്ട് ചെയ്യാണ്. മറിയം ഇറങ്ങി എഴുന്നേക്ക് ഷാനു. ഇസാപ്പി എന്തിനു വെയിറ്റ് ചെയ്യണ പൊന്നെ? ജ്യൂസ് കുടിക്കാൻ നിക്കണാ? മാമ ഉണ്ടാക്കിയ ജ്യൂസ് കുടിക്കാൻ നിക്കണാ? എങ്ങനെയുണ്ട് ജ്യൂസ്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എക്സ്പ്രഷൻ ഇട്ട് ആദ്യം കാണിച്ച എക്സ്പ്രഷൻ ഇട്ട് എങ്ങനെയായിരുന്നു? ജാടാനിക്കാണ് കാണിക്കണോ? കൊടുക്കാത്ത ജാടാ. എടാ എനിക്കും വേണം വാട്ടർമെലൺ ജ്യൂസ്. അപ്പോ മുന്തിരി അവന് ജ്യൂസ് അടിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുന്തിരി ഒളിപ്പിച്ച് വെക്കുകയാണ് ഗൈസ്. അവിടെ വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചോ. അപ്പോൾ ഇവിടെ ചേച്ചി അനിയത്തിമാരും സംസാരത്തിലാണ്. എന്താണ് ഇഷാൻ ഭക്ഷണം കഴിക്കാത്ത? അയ്യോ മസിലോക്കായി. എന്താ ഇഷാൻ ഭക്ഷണം കഴിക്കാത്ത? വാട്ട് ഹാപ്പൻ? എന്താ ഭക്ഷണം കഴിക്കാതെ? വിശക്കണില്ലേ? അയ്യോടാ ടയേർഡാ ഉറക്കപ്പിച്ചില്ലാടാ. അപ്പോൾ നമ്മളെല്ലാവരും ഇനി കുറച്ചു നേരം കിടന്നുറങ്ങും ഇല്ലേ സാപ്പി? പിന്നെ കിടന്നുറങ്ങാണ്ട് പിന്നെ എന്ത് ചെയ്യും? ഓക്കെ ശരി, അതാ ശരി, ബായ് ഗൈസ്. ഇതാണ് കേട്ടോ ഇവരുടെ പരിപാടി. വന്നു കഴിഞ്ഞാൽ ഫോണിലും കളിച്ചോണ്ടിരിക്കാണോ ഗൈസ്? മൈക്ക് വേണോ ഗൈസ്? മൈക്ക് വേണോ? സംസാരിക്കോ? എന്താ സംസാരിക്കാം? എന്ത് മേക്കപ്പ് വീഡിയോ ചെയ്താലോ നമുക്ക്? എന്നൊക്കെ പറയും ഗൈസ്. ഇതാണ് ഇവരുടെ പരിപാടി. വന്നു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. ഉമ്മി ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു. ഇതെൻ്റെ കുപ്പിയല്ലേ? എൻ്റെ കുപ്പിയിലാണ് വെള്ളം കുടിക്കാൻ സാറ് കൂടുതൽ. ഉമ്മി ഇതേ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റസീം നേരത്തെ കട്ട് ചെയ്ത് അടിച്ചു വെച്ച നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് ഇവിടെ റെഡി. ഇതെനിക്കാണോ? അല്ല, പൊപ്പുന. അത് കുഴപ്പമില്ല, പൊപ്പുന എടുത്ത് വെച്ചാലും ആപ്പാക്ക് എടുത്ത് വെച്ചാലും സെയിം അല്ലേ. ബൈ ഇവൾ എന്നെ വിളിക്കുന്നത് ആപ്പാന്നാണ്, അവൻ എന്നെ വിളിക്കുന്നത് ആപ്പാന്നാണ്. എന്താണ് ദീദി പറയാണ് റസീം അടുക്കളയിൽ പണിയെടുക്കണ കാണിക്കണ്ടെന്ന്. എന്തുകൊണ്ട് കാണിച്ചൂടാ? എല്ലായിടത്തും അതിനിപ്പോ എന്താ നല്ല കാര്യമില്ലേ?
ആമ്പിള്ളേരും പണിയെടുക്കലല്ലേ. ആണ് പെണ്ണെന്നൊന്നുമില്ല. എന്റെ മക്കളെല്ലാം ചെറുപ്പം മുതലേ ഇപ്പോഴല്ലോ ചെറുതിലേ മുതൽ എന്റെ 3 മക്കളും പണിയെടുക്കും. ഞാൻ ജോലി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയിട്ട് റിസപ്ഷനിൽ ജോലി ചെയ്യണം ലക്ഷ്മിയിൽ 2007. അത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ മക്കൾ 3 പേരും ഒരാൾ അടിച്ചുവാരും തുടക്കും. എൻ്റെ മോൻ കിടന്ന് അന്ന് ചെറുപ്പം ശരിക്കും പറഞ്ഞാല് 7-8 വയസ്സ് 8-9 വയസ്സ് ആ പ്രായത്തില് എൻ്റെ മോൻ പണിയെടുക്കുമായിരുന്നു. ഇപ്പോഴും പണിയെടുക്കുന്നു. ഞങ്ങളുടെ വീട്ടില് ഇന്നാളെന്നൊന്നും ഇല്ല. തിന്ന പാത്രമാണെങ്കിൽ എല്ലാം കഴിയും. എല്ലാരും അവരവരെ തിന്ന പാത്രമാണെങ്കിൽ അവരവര് തന്നെ അബ്ബയും അബ്ബാന്റെ ഡ്രസ്സുകൾ അബ്ബയാണ് അലക്കി വെക്കുന്നത്. പാത്രം കഴുകണത് അത് ചെയ്യൂലോ ഇത് ചെയ്യൂല എന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് മടികൾ. പിന്നെ റസ്മിൻ ബായി ആണ് ഒന്നും ചെയ്യാത്തത്. കാരണം വെച്ചാല് ചപ്പാത്തി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പൊടി കുഴച്ചു കൊടുത്തതിനാല് ഒരാള് ഉണ്ടയിടും, ഒരാള് പരത്തും, ഒരാള് ചുടും. അങ്ങനെ 3 മക്കളും. എന്താണ് എന്നിട്ടാണ് ഈ രഹനാബായിനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ കാണിക്കും, ദീദിനെ കാണിക്കും. ഈ രഹനാബായിനെ പോലെയുള്ള ആൾക്കാരാണ് ഇപ്പൊ കണ്ടില്ല. അവൻ പണിയെടുക്കുന്നത് വീഡിയോ എടുക്കണ്ട. എന്തുകൊണ്ട് എടുത്തൂടാ? ആൾക്കാർ കണ്ടാൽ ഇപ്പൊ എന്താ പ്രശ്നം? ആൾക്കാർ കണ്ടാ പ്രശ്നമൊന്നുമില്ല. അവൻ കൊറേ നേരം വേണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. സപ്പോർട്ട്. അവൻ ഷർട്ട് ഇല്ലാണ്ടായിരുന്നു ഇത്ര നേരം പണിയെടുത്ത. ഞാൻ പറയടാ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പോയി ടീഷർട്ട് ഇട്ടതാ. അപ്പൊ അവനതൊന്നും കുഴപ്പമൊന്നുമില്ല, മനസ്സിലായോ? അപ്പൊ ഗൈസ്, ആമ്പിള്ളേര് പണിയെടുത്താൽ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല, എല്ലാം ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൺഡേ അടിച്ചു വരുന്നത് തുറക്കുന്നത് അവനായിരിക്കും, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉമ്മയായിരിക്കും. പക്ഷെ ഉമ്മിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചോരി തുറക്കും. പക്ഷെ സ്ഥിരമായിട്ട് അവൻ ചെയ്യുന്നോണ്ട് നമ്മളെല്ലാരും അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്താണ് റസീമിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നിനക്ക് കുറെ ഫാൻസ് ഉണ്ട്, അതറിയോ നിനക്ക്? റസ്മിൻ ഭായി വീട്ടിൽ നിന്ന് പണിയെടുക്കാൻ എനിക്ക് അതേ പറയാനുള്ളൂ. ഇതെവിടെ ഗൈസ്? എന്റെ മൈക്ക് തട്ടി മാറ്റി, എന്റെ മൈക്ക് തട്ടി മാറ്റിയ റസീം. അടുത്ത കണ്ടന്റ് ചുമ്മാ. അപ്പൊ ഇനി എല്ലാരും ഉറക്കത്തിന്റെ പരിപാടിയാണ്. അത് ഇനിയും എന്താണ് പരിപാടി? ഇനി കുക്കിംഗ് ആണ്. കച്ചി സ്പെഷ്യൽ പാലുദ ആൻഡ് ഗൂന്ത്. ഇത് നമ്മൾ പക്ഷെ അടുത്ത വീഡിയോ ആയിട്ടിടുള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിക്കും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇനി കുറച്ച് മയക്കത്തിലേക്ക് പോകാൻ പോകണം ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്. എന്താണെന്ന് അറിയില്ല, വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ അടുത്ത ആളും കയറി വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം അനിയൻ, അടുത്ത കസിൻ ബ്രദറാണ് നിഹാൽ സേഠ്, നമ്മുടെ സ്വന്തം റിച്ചു എന്ന് പറയും. എന്താണ് എവിടെ ഇരുന്നു ഇത്ര ദിവസം? ഇവിടെ നീ എവിടെ ട്രിപ്പൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അത് എവിടെ ആയിരുന്നു? ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിന് പോയതല്ലേ? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? വൺ ടൈം എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. കഷ്ടപ്പാടുണ്ടായിരുന്നു? ആണോ? കഷ്ടപ്പാടാണ്, അനുഭവിക്കണം. അനുഭവിച്ചു വരണം, പിന്നെ ഒന്ന് പോകാൻ പേടിക്കും. ആണോ? അത്രയൊക്കെ ഉണ്ടോ? സീനാണെന്നാണ് പറയണത്. അപ്പൊ സീനാണ് മോനെ, എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഉത്തരാഖണ്ഡിലുള്ള ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ജ്യൂസ് താങ്കൾ കുടിക്കും. നീ എന്താ പെണ്ണാണാ നിക്കണമല്ലോ? നിങ്ങൾ ഞങ്ങൾ കൊടുക്കും പെണ്ണെ. നീ മിസ്റ്റാനെ കണ്ടില്ല? അപ്പൊ ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ അടുത്ത കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ് ഗൈസ്, അല്ലേ? റെഡി അല്ലേ? ഓക്കെ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞ ആൾക്കാരാ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? കുക്കിംഗ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞതാ. സൺഡേ ആണ് ഉമ്മി മിക്കപ്പോഴും ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ ഉമ്മി കുക്കിങ്ങിനൊക്കെ കയറുന്ന ദിവസം സൺഡേ ആണ് കഴിച്ചത്. ഇപ്പോൾ ഫാലൂദ ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ചൈന ഗ്ലാസ്സൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ഡെസേർട്ട് ഡിഷാട്ടോ. അത് കൂടാതെ വേറെ ഡിഷസ് ഉമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. യൂഷ്വൽ തിങ്സ്. എന്ത് പറ്റി? വീണു പോയാ? എന്താ പറ്റിയത് ദിശാൻ? സത്യം പറ. എന്തിനാ? ഓക്കെ, തല അടിച്ചോണ്ടല്ലേ? ഓക്കെ, ശരി, താങ്ക് യു.
അടുത്തത് ഉമ്മി ഉണ്ടാക്കിയേക്കുന്ന ഗൂന്ത് എന്ന് പറയും, നമ്മുടെ കച്ചിക്കാരുടെ ഒരു സ്പെഷ്യലാണ്. ഒരു ആയുർവേദിക് എന്താ പറയുക, ആയുർവേദിക് അല്ല സോറി, മെഡിസിനൽ ഒരു സംഭവമാണ്. നടുവേദനയ്ക്കും പിന്നെ അതുപോലെ തന്നെ മുട്ടുവേദനയ്ക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഒരു മെഡിസിൻ പോലത്തെ ഒരു ഡിഷാണ്. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ, റവയും ഗൂന്തൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അപ്പോൾ ഉമ്മി ഇന്ന് ഗൂന്തും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, സമയം എത്രയെന്നല്ല പിടുത്തുണ്ടോ? 8:15. നമ്മൾ ഇന്ന് സൺഡേ വ്ളോഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം 8:15. മിസ്സിന് വല്ല ബോധമുണ്ടോ? നമ്മളിന്ന് കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ? അപ്പം ഇനി ഫുഡ് കഴിക്കും അല്ലേ? ഫുഡ് ഉമ്മി ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പുട്ടിപ്പാവും. അതും കൂടി കഴിച്ചാൽ ജീജു വരും. ഹലോ, ഞാൻ നിങ്ങളോടാ സംസാരിക്കണേ, അത് ഓഫാക്ക് പാട്ട്. ജീജു വരും. ജീജു വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടും ഭക്ഷണം കഴിച്ചിട്ട്. അത് കഴിഞ്ഞാൽ മിസ്സിന നമുക്കാണ് പണി. ഇത് കണ്ടോ ഗൈസ്, ഇവർ വരുന്നതിന് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്ന റൂമാണ് നോക്കൂ. ഇപ്പം നോക്കൂ എൻ്റെ റൂം. ഹായ് ഗൈസ് പറഞ്ഞേ, ഹായ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ഭക്ഷണം കൂടി കഴിക്കുന്ന ഒരിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വ്ളോഗ്, നമ്മൾ സൺഡേ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. മിഷാൻ ജാഫർ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ബൈ, ശരി. പോവാണോ? ടാറ്റാ, അടുത്ത ആഴ്ച വരുമോ? ഓക്കെ ബൈ. ഇസാപ്പി ബൈ. ഓക്കെ ടാറ്റാ. അപ്പം നമ്മുടെ ഇന്നത്തെ അവസാനത്തെ പുട്ടും ചിക്കനും ഇതിന് നമ്മുടെ വല്ലതും ഇവിടെ റെഡിയാണ്. സ്നബായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. സൺഡേ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം ഒരു 9:30-10 മണിയായിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഓളം ഉള്ളത്. പിള്ളേർ ഇപ്പോൾ കുറച്ച് മുന്നേ പോയി, ദീദിയും പിള്ളേരും പോയി. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി ഇവിടെ നടക്കാറ്. ഇന്ന് ഇച്ചിരി കൂടുതലായിരുന്നു കേട്ടോ. ഇന്ന് ഭൂമി കുക്കിങ് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തു. പിന്നെ കസിൻസ് വന്നു. സാധാരണ അങ്ങനെ വരാറില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഞാനിവിടെ ഉണ്ടാവാറില്ല. മിക്ക സൺഡേസ് എനിക്ക് എന്തെങ്കിലും പ്രോഗ്രാമോ വർക്കൊക്കെ ഉണ്ടാവും, അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ ഒരു നോർമൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സൺഡേ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിള്ളേർ പോയി കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ വീട് ഉറങ്ങും. അപ്പോൾ അത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.